ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് പനി വ്യാപകമായിട്ടുണ്ടാകും, അതുപോലെ അനുബന്ധമായിട്ടുള്ള കുറച്ച് രോഗങ്ങളുണ്ടാകും. പ്രമേഹം വളരെ കുറവായിരുന്നു, പ്രഷർ വളരെ കുറവായിരുന്നു, കൊളസ്ട്രോൾ എന്നൊരു പേര് കേട്ടിരുന്നില്ല, ഹൃദ്രോഗമുണ്ടായിരുന്നില്ല, ക്യാൻസർ വളരെ കുറവായിരുന്നു, ആരോഗ്യം നന്നായിട്ട് മനുഷ്യർക്കുണ്ടായിരുന്നു. കാരണം ഈ വയറിളക്കത്തെയോ ഛർദിയെയോ ജലദോഷത്തെയോ പനിയെയോ നമ്മൾ വിഷമരുന്നുകൾ കൊണ്ട് അടിച്ചമർത്തിയിരുന്നില്ല. ഇപ്പോൾ പനി എന്നുള്ളത് ഇപ്പോൾ പെട്ടെന്ന് പ്രത്യേകിച്ച് ചിക്കൻ ഗുനിയ, എലിപ്പനി, ഡെങ്കിപ്പനി എന്നെല്ലാം പനിക്ക് തന്നെ പല പേരുകൾ കൊടുത്ത് പലതരത്തിലുള്ള മരുന്നുകൾ മനുഷ്യ ശരീരത്തിലേക്ക് നൽകുന്ന ഒരു അന്തരീക്ഷമാണ്. ഇതെല്ലാം തന്നെ കൂടുതൽ സെക്കൻഡറി റിയാക്ഷനൊക്കെ ഉണ്ടാക്കുന്നു എന്ന് ഡോക്ടർമാർ തന്നെ സമ്മതിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഇപ്രാവശ്യമാണെങ്കിൽ ഞാനീ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അടിവരയിട്ടുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാർ തന്നെ ചിക്കൻ ഗുനിയയ്ക്ക് മരുന്നൊന്നും കഴിക്കണ്ട, കരിക്കും വെള്ളം മാത്രം കഴിച്ച് വീട്ടിൽ വിശ്രമിച്ചാൽ മതി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പനി എന്നുള്ളത് ഒരു രോഗമല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് പനിയെ ശരീരത്തിൻ്റെ ആഗ്രഹപ്രകാരം മാറ്റുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് പനി എന്നുകൂടെ നോക്കാം. നമ്മൾ ആകെ കൂടെ ഭയന്ന് വിറച്ച് സമീപിക്കുന്ന ഈ പനി ശരീരത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ആരോഗ്യത്തിൻ്റെ വരദാനമാണ്. അഴുക്ക് കെട്ടിപ്പോകുന്ന ഒരു ശരീരത്തെ മൊത്തം ശുദ്ധീകരിക്കാനും നവീകരിക്കാനും വേണ്ടി വരുന്ന ഒരു വരദാനമാണ് പനി. ഇത് നമ്മുടെ സാമാന്യ യുക്തിയുടെ കോമൺ സെൻസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ നോക്കുമ്പോഴേ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പനി പെട്ടെന്നുണ്ടാകുന്നതല്ല, പനിയെ ശരീരം ഉണ്ടാക്കുന്നതാണ്. പല പ്രാവശ്യം പനിയെ മരുന്ന് ചെയ്ത് അടിച്ചമർത്തിയിട്ടുള്ളവരുടെ കാര്യത്തിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു പനിയെ ശരീരം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. വളരെ മനോഹരമായ ഒരു ശൈലിയാണ് ശരീരത്തിന് പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പനിയുടെ കാര്യത്തിലും ഉള്ളത്. ഒരു പനിക്കോള് എന്ന് പറഞ്ഞ് കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത, കൊടുങ്കാറ്റിന് മുമ്പുള്ള ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് പനിക്കോള്? കുറച്ച് ദിവസങ്ങളായി നമുക്ക് വിശപ്പ് അങ്ങ് ഇല്ലാതാകുന്നു, വയറ്റിൽ നിന്ന് പോകുന്നതിന് ചിലപ്പോൾ തകരാറ് കൂടെ വന്നേക്കാം, അതിനും ഒരു പ്രയാസം വരുന്നു. വിശപ്പില്ല എന്ന് തോന്നുന്നു. എന്തിനാണ് വിശപ്പില്ല എന്ന് തോന്നുന്നത്? സാമാന്യ വിവേകത്തിൻ്റെ പാതയിൽ വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാവൂ, വിശപ്പില്ല എങ്കിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. വിശപ്പില്ലാത്തപ്പോൾ കഴിക്കുന്നൊരു ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തെ തകർക്കുന്നത്, ശരീരത്തെ രോഗിയാക്കുന്നത്. അപ്പോൾ വിശപ്പ് ഇല്ലാതെയാകുന്നു. ശരീരം പറയുന്നു എനിക്ക് ഭക്ഷണം ദഹിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് വേറെ ചില ജോലികൾ ചെയ്യാനുണ്ട്. കാരണം ഭക്ഷണം ദഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ ഒരു അധ്വാനം. പാറ പൊട്ടിക്കുന്നതൊക്കെ എത്രയോ നിസ്സാരം. ആഹാരം ദഹിപ്പിക്കണമെങ്കിൽ ആഹാരത്തിലുള്ള ഓരോ അംശത്തിനും ദഹനം നടക്കുന്ന രീതിയിലുള്ള പ്രത്യേകമായ ദഹനരസങ്ങൾ വരണം. വായയിൽ നിന്ന് വരേണ്ടതുണ്ട്, വയറ്റിൽ ചെന്നിട്ട് ലിവറിൽ നിന്ന്, കരളിൽ നിന്ന് വരേണ്ട 500-ലധികം ദഹനരസങ്ങളുണ്ട്. ഇതിനെല്ലാം തരം തിരിച്ച് അതിനു വേണ്ട ദഹനരസങ്ങൾ വരുത്തി ഒന്ന് വേറൊന്നിന് ചേരാത്ത രീതിയിലുണ്ടെങ്കിൽ അതിന് ന്യൂട്രലൈസിങ് ഏജൻസ്, ഡീടോക്സിഫിക്കേഷൻ ഏജൻസ് വരണം. അങ്ങനെ 5 മണിക്കൂർ 4 മണിക്കൂറിലധികം വയറ്റിൽ തന്നെ, ആമാശയത്തിൽ തന്നെ ദഹനം നടക്കണം. അത് കഴിഞ്ഞാൽ ചെറുകുടലിലേക്ക് പോകണം, അവിടെ ദഹനം നടക്കണം. പ്രോട്ടീൻ്റെ ദഹനം അവിടെ നടക്കണം. അതിന് പെപ്സിൻ എന്ന് പറഞ്ഞ ദഹനരസങ്ങൾ പ്രത്യേകമായിട്ട് വരണം. കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനം നടന്ന ഭാഗവും അതും കൂടെ തമ്മിൽ ആശയക്കുഴപ്പം വരാൻ പാടില്ല. അത് ഓരോ ഗ്രന്ഥികൾ നടത്തുന്ന സ്രവങ്ങൾ വരണം. പാൻക്രിയാസ് ഈ ഗ്ലൂക്കോസിനെ രക്തത്തിലേക്ക് കിട്ടിയാൽ ഗ്ലൂക്കോസിൻ്റെ കൂടെ പോയി കോശങ്ങളിലേക്ക് അത് ലോഞ്ച് ചെയ്യണം. ഇങ്ങനെ വളരെ ദുർഘടമായ സങ്കീർണമായ നിരവധി പ്രോസസ്സ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാവണം. അപ്പം ആരോഗ്യമില്ലാത്തവർ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം അനാരോഗ്യത്തിന് ആക്കം കൂട്ടുകയേ ഉള്ളൂ. നമ്മൾ കരുതുന്ന പോലെ അനാരോഗ്യമുള്ളപ്പോൾ ഭക്ഷണം കൂടുതൽ കഴിച്ചു കൊടുക്കുക അല്ല ശരീരത്തോട് ചെയ്യേണ്ടത്. അത് ചികിത്സയുടെ ഒരു ഭാഗമാണ്. കോമൺ സെൻസിൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ചിന്തകളിൽ ആരോഗ്യമുള്ളപ്പോൾ ഭക്ഷണം, ആരോഗ്യമില്ലാത്തപ്പോൾ ഭക്ഷണമില്ലായ്മ. കാരണം മെഷീൻ പ്രവർത്തിക്കാൻ തയ്യാറല്ല. ഒരു മിക്സി കേടുപറ്റിയാൽ നമ്മൾ ആ കേട് മാറ്റുന്നത് വരെ പ്രവർത്തിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ശരീരത്തിന് കേടുള്ളപ്പോൾ, പ്രതിസന്ധി ഉള്ളപ്പോൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരു പനിക്ക് മുമ്പ് ശരീരം ഭക്ഷണം തരല്ലേ എന്ന് പറയുന്നു. ആ സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ തന്നെ പനി വരാതിരിക്കും, പനി വരേണ്ട കാര്യമില്ലാതിരിക്കും.
അതല്ല, അതിനേക്കാൾ കൂടുതൽ വിഷമയമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഭക്ഷണം പനിക്കോള് കാണുമ്പോൾ വിശപ്പില്ലാതെയാകുമ്പോൾ ഭക്ഷണം നിർത്തുന്ന ഒരാൾക്ക് പനിയിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നുള്ളൂ. അത് ചെറിയൊരു പനിയാകുകയും ചെയ്യും. അപ്പോൾ വിശപ്പില്ലാതെയാകുന്നു. പിന്നീട് ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ശരീരത്തെ നിർബന്ധിക്കാൻ, ഭക്ഷണത്തിൽ നിന്ന് ബലമായിട്ട് തന്നെ പിന്മാറ്റാൻ ശരീരം ചില ശക്തമായ പ്രതിബന്ധങ്ങൾ കൂടെ ശരീരത്തിനുണ്ടാക്കുന്നുണ്ട്. അതിലൊന്നാണ് തൊണ്ടയ്ക്ക് മുള്ളു വയ്ക്കുക എന്നുള്ളത്. ഭക്ഷണം കഴിക്കാതിരിക്കാൻ, ഒരു വേലി ചാടിക്കടന്ന് നമ്മുടെ പറമ്പിലേക്ക് ഒരാൾ വരാതിരിക്കാൻ മുള്ളു വയ്ക്കുന്നത് പോലെ ഭക്ഷണം എന്നുള്ളൊരു സാധനം കടന്നു പോകാതിരിക്കാൻ തൊണ്ടയിൽ മുള്ളു വയ്ക്കുകയാണ് ശരീരം. ഒന്നും വിഴുങ്ങാൻ വയ്യ. എത്ര സുന്ദരമായിട്ടാണ്, എത്ര വിവേകത്തോടെയാണ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നത്, നിങ്ങളെ നയിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കണം. ആ വിവേകം നഷ്ടപ്പെടുത്തി നമ്മുടെ ചിന്തകളെ വൈദ്യശാസ്ത്ര കച്ചവടത്തിന് ഡോക്ടർമാർക്ക് അടിമയായിട്ട് വെച്ചതോടെയാണ് നമ്മൾ ഈ ഗതികേട് അനുഭവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ശരീരം മുള്ളു വരുത്തി. ഇനിയും ഒരു പ്രതിബന്ധം കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശരീരം കൊണ്ടുവന്ന് ഒരു കൂട്ടി വയ്ക്കുന്നുണ്ട്. വായ മുഴുവൻ കയ്പിച്ചു. ഈ വായ മുഴുവൻ കയ്പിച്ച് രുചിയില്ലാതെയാക്കുന്നത് ഒന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നറിയാനുള്ളൊരു വിവേകം ഇന്ന് മനുഷ്യനില്ല. പക്ഷെ മൃഗങ്ങൾക്കുണ്ട്. മൃഗങ്ങൾക്ക് രോഗം വരുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അത് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അതിന് രോഗം വന്നു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും മാറി കിടക്കുന്നു. അത് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, വെയിൽ കൊണ്ട് കിടക്കും. നായയാണെങ്കിൽ കറുകപ്പുല്ല് എന്തെങ്കിലും പോയി കഴിച്ചു തിന്നും. പശുവാണെങ്കിൽ അതുപോലെ തന്നെ പൂർണ്ണമായ ഭക്ഷണ നിരാസമാണ്, ഭക്ഷണ വേണ്ടാന്ന് വയ്ക്കലാണ്. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ് നൂറ്റാണ്ടുകളായിട്ട്, തലമുറകളായിട്ട് മനുഷ്യരെ ജീവൻ മാരക രോഗങ്ങൾ വരാതെ രക്ഷിച്ചുകൊണ്ട് നിർത്തിയത്. ഈ കഴിഞ്ഞ 30-50 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ മരുന്നുമായിട്ടൊരു ചങ്ങാത്തം വന്നിട്ട് ഇതുപോലെ മരുന്ന് കഴിച്ച് സകല രോഗങ്ങളെ അടിച്ചമർത്താൻ തുടങ്ങിയിട്ട് ഒരു 20 കൊല്ലം മാത്രം ആകുന്നുള്ളൂ. അപ്പോൾ ഒരു പനി ഈ തരത്തിലുള്ള മുൻകരുതലുകളെല്ലാം എടുത്ത് ശരീരം വേദന വരുത്തുകയാണ്. അനങ്ങിക്കഴിഞ്ഞാൽ വേദന, നടുവേദന, തലവേദന, ഇങ്ങനെ ദേഹമാസകലം വേദന വരുത്തുന്നത് എങ്കിൽ മാത്രമേ നിങ്ങളെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടക്കുന്ന രീതിയിലേക്ക് ഒന്ന് നിർബന്ധിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം എത്രമാത്രം വലിയ ഒരുക്കങ്ങളാണ്, എത്രമാത്രം വലിയ വിവേകമാണ് ശരീരം ഒരു പനിയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അതിനെ മുഴുവൻ ശത്രുവായി കാണുകയും സ്വന്തം ശരീരം തനിക്കെതിരാണ് എന്ന് ധരിച്ചു വശാകുകയും ചെയ്താൽ ശരീരത്തിന് തോറ്റ് പിന്മാറുകയേ നിവൃത്തിയുള്ളൂ, പ്രവർത്തിക്കാതിരിക്കുകയേ നിവൃത്തിയുള്ളൂ, അപകടത്തിലാകുകയേ നിവൃത്തിയുള്ളൂ, മരണം വരിക്കുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ 4 രീതികൾ നമ്മൾ കണ്ടു: ജലദോഷം, ഛർദി, വയറിളക്കം, പനി. ഇവയെ തടഞ്ഞു നിർത്തിയിട്ടാണ് സകല രോഗങ്ങളിലേക്കും. ഇവിടെ നമ്മൾ രോഗത്തെ പ്രത്യേകമായൊരു രീതിയിൽ കാണുകയാണ്. ഇവയൊന്നും രോഗങ്ങളല്ല. ജലദോഷം, ഛർദി, വയറിളക്കം, പനി ഇവ രോഗങ്ങളേ അല്ല. രോഗങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയുള്ള ശരീരത്തിൻ്റെ അസാധാരണ ശുദ്ധീകരണ പ്രക്രിയകളാണ്. ഇതിനെ തടഞ്ഞമർത്താതെ, മരുന്നിട്ട് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇവയെ വിജയിപ്പിക്കുന്നവർ രക്ഷപ്പെടുന്നു. പനി കാണുമ്പോൾ വിശപ്പില്ലാത്തത് കൊണ്ട്, ദാഹമില്ലാത്തത് കൊണ്ട് കുടിക്കാതിരിക്കുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ രക്ഷപ്പെടുന്നു. അവർക്കൊരു കുഴപ്പമുണ്ടാകുന്നില്ല. അതേസമയം പനിക്ക് പാരാസിറ്റമോൾ കഴിച്ചാൽ 2 മണിക്കൂർ പനി മാറി നിന്നു, പിന്നെ ഇരട്ടി ശക്തിയിൽ വന്നു. വീണ്ടും നമ്മൾ ഇരട്ടി മരുന്നെടുത്ത് കഴിക്കുന്നു. 3-4 ദിവസം ഈ മരുന്നുമായിട്ട് നമ്മൾ കളിക്കേണ്ടി വരുന്നു. അടുത്തു വരുന്ന പനി വളരെ ശക്തിയായി വരികയും അപകടം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇനി പനിയോ വയറിളക്കമോ ഛർദിയോ മരുന്ന് ചെയ്ത് നമ്മൾ അടിച്ചമർത്തി കഴിയുമ്പോൾ പുറന്തള്ളാൻ ശരീരം ശ്രമിക്കുന്ന അഴുക്ക്, ഒരു പനി മാറുന്നതോടെ നമുക്ക് ദുർഗന്ധമുള്ള വിയർപ്പ്, വളരെ ദുർഗന്ധമുള്ള വയറ് എന്നുള്ള വയറിളക്കമായിട്ടോ മലമായിട്ടോ നമുക്ക് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിഷമയമായിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ അവയവങ്ങളിൽ കെട്ടിക്കിടക്കാനിടയായാൽ ആ അവയവങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ആ അവയവങ്ങൾ നശിക്കാൻ തുടങ്ങും. പലപ്പോഴും ഇത്തരത്തിൽ പനിയെ നമ്മൾ മരുന്ന് ചെയ്ത് മാറ്റുമ്പോൾ, വയറിളക്കം മരുന്ന് ചെയ്ത് മാറ്റുമ്പോൾ ഇളകിപ്പോകേണ്ട സാധനങ്ങൾ, പനിച്ചു പോകേണ്ടിയിരുന്ന സാധനങ്ങൾ ശരീരത്തിൽ തന്നെ പ്രതിബന്ധമായിട്ട് മാറുമ്പോൾ അതിനെ ശരീരം എവിടെയെങ്കിലും പൊതിഞ്ഞു കെട്ടി മാറ്റിയിടാൻ ശ്രമിക്കും. സ്ത്രീയുടെ യൂട്രസ് അത് കാര്യമായിട്ട് ഇപ്പോൾ ഇക്കാലത്ത് ഉപയോഗിക്കാറില്ല. 1-2 പ്രാവശ്യം ഉപയോഗിക്കും. അത് തന്നെ വേണോ എന്നുള്ളൊരു ആശങ്കയിലാണ് ആധുനിക മനുഷ്യൻ. അപ്പോൾ ഒരു കുട്ടിച്ചാക്ക് പോലെ കിടക്കുകയാണ് യൂട്രസ്. ഈ മാലിന്യങ്ങൾ മുഴുവൻ യൂട്രസിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും.
അത് പതുക്കെ ഫൈബ്രോയിഡായിട്ടും സിസ്റ്റായിട്ടും ട്യൂമറായിട്ടും ക്യാൻസറായിട്ടും മാറും. ബ്രസ്റ്റിൽ കൊണ്ടുപോയി ഇടും. പുരുഷനാണെങ്കിൽ അത് മറ്റേതെങ്കിലും ഭാഗത്ത് കൊണ്ടുപോയി വയ്ക്കേണ്ടി വരും. അത് കൂടുതൽ മാരകമായിട്ട് തീരും. ഇപ്പോൾ യൂട്രസിലും ബ്രസ്റ്റിലും ഏതെങ്കിലുമൊക്കെ മുഴ ഇരുന്നു എന്ന് എഴുതിയിട്ട് ഇത്രേ പ്രശ്നമുള്ളൂ. അതുമ്പോൾ കുത്തി അതിനെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. അപ്പോൾ ശരീരം എങ്ങനെയാണ് രോഗത്തിലേക്ക് അധപതിക്കുന്നത്, അല്ലെങ്കിൽ അവയവനാശമായിട്ട് എങ്ങനെയാണ് മാറുന്നത്? അസാധാരണ ശുദ്ധീകരണ നടപടികളെ തടഞ്ഞ് അഴുക്ക് പുറത്തു പോകാത്ത ഒരവസ്ഥ ഉണ്ടാക്കുമ്പോഴാണ് പ്രമേഹമായിട്ടും പ്രഷറായിട്ടും ഹാർട്ട് ബ്ലോക്കായിട്ടും ആർത്രൈറ്റിസ് ആയിട്ടും ആസ്തമയായിട്ടും പൈൽസായിട്ടും അൾസറായിട്ടും ഒക്കെ നമ്മൾ ഗതികേട് അനുഭവിക്കേണ്ട രീതിയിൽ ശരീരം തകർന്നു പോകുന്നത്. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ, അപ്പോൾ രോഗങ്ങളെ വിവേകത്തിൻ്റെ പാതയിൽ അസാധാരണ ശുദ്ധീകരണ നടപടികളായിട്ടും അതിനെ തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകുന്ന അവയവനാശമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരു രോഗവും വരാതെ മനുഷ്യന് ജീവിക്കാനുള്ള അടിത്തറയായി.